ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഈ കാണുന്ന ഡ്രസ്സിൻ്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. നമ്മൾ നോർമലി കാണാറുള്ള ആലിയ കട്ടും അല്ലെങ്കിൽ ഗ്യാദേഴ്സൊക്കെ ഇടുന്നതാണെങ്കിലും താഴേക്കാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഇത് മുകളിലേക്കാണ് പ്ലീറ്റ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് മോഡൽ പോലെ എനിക്ക് തോന്നി. അങ്ങനെയാണ് ഈ ഒരു മോഡൽ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആദ്യം നമ്മൾ മെറ്റീരിയൽ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ്. എന്നിട്ട് നമ്മൾ നോർമലി നമ്മുടെ എ ലൈൻ കട്ടുണ്ടല്ലോ, ആ ഒരു പാറ്റേണിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആം ഹോൾ മാർക്ക് ചെയ്തിട്ട് താഴേക്ക് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത്രയും ഇതേപോലൊരു ഷേപ്പിന് വരച്ചു കൊടുക്കണേ. ഇനി നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള പീസാണ് വെട്ടാൻ പോകുന്നത്. അപ്പോൾ ലൈനിങ്ങും ഈ സെയിം മെറ്റീരിയൽ തന്നെ ഞാൻ എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇത് 4ആയിട്ട് മടക്കി വയ്ക്കുന്നത്. ഇത്രയും നമ്മൾ സാധാ ടോപ്പിനൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെ ഷോൾഡർ മാർക്ക് ചെയ്യണം, ആം ഹോളും മാർക്ക് ചെയ്യണം, കഴുത്തും മാർക്ക് ചെയ്യണം. കഴുത്ത് വീനക്കാണേ. ഇനി കഴുത്തകലത്തിന് താഴേക്ക് ഞാനിപ്പോൾ ഒരു 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തില്ലേ, അത് 2 അല്ല 3 ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നീട്. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ എൻഡിലേക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കണം. ഈ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ വണ്ണത്തേക്കാൾ കുറച്ചും കൂടെ അധികം ഇട്ടിട്ട് വേണം വരയ്ക്കാൻ. കാരണം ഇവിടെയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് എത്രത്തോളം പ്ലീറ്റ്സ് അഡീഷണൽ വേണം അത്രത്തോളം നമ്മൾ അധികം ഇട്ടിട്ട് വേണം വരച്ചു കൊടുക്കാനായിട്ട്. ഇനി ഫ്രണ്ട് നെക്ക് അടിച്ച് മറച്ചിട്ടിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം.
മെയിൻ പീസ് ഇതുപോലെ മുകളിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് അതിന് മുകളിൽ കുറച്ചും കൂടെ തയ്യൽത്തുമ്പും കൂടെ ഇട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. കട്ട് ചെയ്തിട്ട് മെയിൻ പീസ് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്ലീവ് കട്ട് ചെയ്യാൻ ആദ്യം മെറ്റീരിയൽ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ആദ്യം ലെങ്ത് മാർക്ക് ചെയ്യണം. ഇനി അതിന് മുകളിലേക്ക് ഒരു 4 അല്ലെങ്കിൽ ഒരു 4.5 മാക്സിമം 5 വരെ കൊടുക്കാം, പഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ താഴേക്ക് കൊടുത്തിട്ട് ഒരു 5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 4.5 മാർക്ക് ചെയ്യണം. ഇനി ആ പോയിന്റിൽ നിന്നും മുകളിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഷേപ്പിന് നമ്മൾ സാധാ സ്ലീവിന് മാർക്ക് ചെയ്യില്ലേ, ഇതേപോലൊരു ഷേപ്പിന് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലീവിൻ്റെത്. ഇനി നമ്മൾ സാധാ ടോപ്പിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. പിന്നെ തയ്ക്കുമ്പോഴേക്കും ആ ഒരു പ്ലേറ്റ് നമ്മളത് കറക്റ്റ് അറേഞ്ച് ചെയ്ത് തയ്ക്കാനായിട്ട് നോക്കുക.
രണ്ട് സ്ലീവും തയ്ച്ച ശേഷം രണ്ട് സൈഡും കൂടെ അടിച്ചെടുക്കുമ്പോഴേക്കും ടോപ്പ് കംപ്ലീറ്റ് ആകും.